പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം, ദൈവം നിന്റെ പ്രാണനെ തണുപ്പിക്കുന്നു. അതിനാധാരമായി ഒരു വചനഭാഗം ഞാൻ വായിക്കുന്നു. സങ്കീർത്തനങ്ങൾ 19-ാം സങ്കീർത്തനം അതിൻ്റെ 7-ാമത്തെ വാക്യം. ആ 7-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധികളെ ജ്ഞാനിയാക്കുന്നു. അവിടെ എടുത്തു പറയുന്ന വാക്യം, യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പ്രമാണമാണ് തികവുള്ളത്. ഈ ഭൂമിയിൽ അനേക പ്രമാണങ്ങളുണ്ട്, പക്ഷേ തികവുള്ള, നിറവുള്ള, നിന്നെ വിടുവിക്കുന്ന, നിനക്ക് നിലനിൽപ്പ് തരുന്ന, സമാധാനം തരുന്ന ഒരു പ്രമാണമാണ് സത്യവേദ പുസ്തകം. ഇതിൽ പറയുന്ന വിഷയം, ദൈവവചനം ഒരു വ്യക്തിയുടെ പ്രാണനെ തണുപ്പിക്കുന്നു. അതായത് വചനമെന്ന് പറയുന്നത് ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതും സദ്യമജ്ജകളെ തുളച്ചു വേർപിടിവിക്കുന്ന ദൈവത്തിൻ്റെ വചനം. വചനം എന്ന് പറയുന്നത് ഒരു ഔഷധമാണ്. അത് സ്വർഗീയമായ ഔഷധമാണ്. ദൈവീക സമാധാനമാണ്, ദൈവീക സന്തോഷമാണ്, ദൈവീക അനുഗ്രഹമാണ് ദൈവവചനം. സ്വർഗീയമായ തൈലമാണ് ദൈവവചനം. അതാണ് തിരുവചനത്തിൽ പറയുന്നത്, ദൈവത്തിൻ്റെ വചനം അയച്ച് പരിശുദ്ധാത്മാവ് സൗഖ്യമാക്കും. വചനം അയച്ച് സൗഖ്യമാക്കും. അപ്പോൾ ഈ വചനം ഒരു വ്യക്തിയുടെ ഹൃദയത്തിനകത്തേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ഒരു വ്യക്തിയുടെ പ്രാണനുമേൽ തണുപ്പ് ലഭിക്കുകയാണ്. അതാണ് ഈ സങ്കീർത്തനത്തിൽ 19-ാം സങ്കീർത്തനം ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. അപ്പോൾ ഈ വചനം യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളതാണ്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. അത് പ്രാണനെ തണുപ്പിക്കുക, മനസ്സിനെ തണുപ്പിക്കുന്നു, മനസ്സിന് ആശ്വാസം തരുന്നു. നിന്റെ പ്രാണനിന്മേൽ, നിന്റെ മനസ്സിൻ്റെ മണ്ഡലത്തിന്മേൽ നിന്നെ അസമാധാനപ്പെടുത്തുന്ന ഏതൊരു വിഷയത്തെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇറങ്ങി ആ മനസ്സിൻ്റെ അസമാധാനത്തെ, പ്രാണൻ്റെ അസമാധാനത്തെ, സ്വസ്ഥതക്കേടിനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ വചനമെന്ന ഔഷധം പകർന്ന് നിന്റെ പ്രാണനുള്ള വേദനകളെ എടുത്തു മാറ്റുകയാണ്. അതാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരും. അപ്പോൾ എല്ലാ വ്യക്തിയുടെയും ജീവിതത്തിൽ അവരൊത്തിരി വിഷയങ്ങൾ, ഭാരങ്ങൾ വഹിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അവരെ സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുപോകുന്നത് ആ വ്യക്തിയുടെ പ്രാണനെയാണ്. ചെറിയ വിഷയങ്ങൾ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് അസമാധാനമാണ്, ടെൻഷനാണ്, ഒരു വെപ്രാളമാണ്, ഒരു പരവേശമാണ്, സ്വസ്ഥതക്കേടാണ്. അതിലും അപ്പുറമായിട്ട് നമ്മെ നിരാശപ്പെടുത്തുന്ന മണ്ഡലമാണെങ്കിൽ പ്രാണന് പോലും നമ്മുടെ കൺട്രോൾ ഇല്ലാതെ പോകുന്ന ഒരനുഭവമാണ്. ഇങ്ങനെ ഇരിക്കുന്ന പ്രാണനെ തണുപ്പിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ദൈവ ശബ്ദത്തിന് മാത്രമേ ഇങ്ങനെ ഭാരപ്പെട്ടും നുറുങ്ങിയും ആകുലപ്പെട്ടും പ്രയാസപ്പെട്ടിരിക്കുന്ന ഒരു പ്രാണനാശ്വാസം തരുവാൻ സർവശക്തനായ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ജീവിതത്തിൻ്റെ മണ്ഡലങ്ങളിൽ ഏതു മേഖലയിലൂടെ നീ കടന്നുപോയാലും നിന്റെ പ്രാണന്റെ മേഖലയിൽ ഉണ്ടാകുന്ന എല്ലാ അസമാധാനങ്ങളെയും, എല്ലാ അസ്വസ്ഥതകളെയും, എല്ലാ സ്വസ്ഥതയില്ലായ്മകളെയും
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൊട്ട് സൗഖ്യമാക്കും. ഏതൊരു വ്യക്തിയുടെ പ്രാണന്റെ മണ്ഡലങ്ങളിൽ സമാധാനമില്ലാതിരുന്ന ആ വ്യക്തിക്ക് ഉറക്കം കിട്ടത്തില്ല. എന്തുകൊണ്ടാണ് ഉറങ്ങാൻ കഴിയാത്തത്? പ്രാണന്റെ മണ്ഡലത്തിൽ സമാധാനമില്ല. അതുകൊണ്ട് പ്രാണന് സ്വസ്ഥതയില്ലാഞ്ഞതുകൊണ്ട് പ്രാണൻ, അതായത് മനസ്സ് സമാധാനത്തോടെ ഇരിക്കുമ്പോഴാണ് ആ വ്യക്തിക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയുന്നത്. എന്നാൽ ദൈവവചനം പഠിപ്പിക്കുന്നു, ഞാനോ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. പുതിയ നിയമഭാഗത്ത് പ്രാണന്റെ മേഖലയിൽ സമാധാനക്കേട് വന്ന് നിലവിളിക്കുന്ന ഒരമ്മയെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതായത് നയീൻ എന്ന പട്ടണത്തിൽ നിന്നും ഒരമ്മയ്ക്ക് ഏക മകനേയുള്ളൂ. ആ മകൻ ആ അമ്മയ്ക്ക് നഷ്ടമാകുകയാണ്. അങ്ങനെ ആ മകനെ മഞ്ചത്തിൽ വെച്ച് ആ ബോഡി ഇങ്ങനെ അടക്കുവാൻ വരുമ്പോൾ കർത്താവായ യേശുവും ശിഷ്യന്മാരും പുരുഷന്മാരുമായിട്ട് ഈ നയീൻ എന്ന പട്ടണത്തിൻ്റെ വാതിൽക്കലെത്തുമ്പോൾ അതിനകത്തു നിന്നൊരു ബോഡി മഞ്ചത്തിൽ വെച്ച് ആൾക്കാർ ചുമലിൽ ചുമന്ന് അടക്കുവാൻ തക്കവണ്ണം കൊണ്ടുപോവുകയാണ്. ഈ അമ്മ നിലവിളിക്കുകയാണ്. അവർ പറയുന്നത് വാക്കിങ്ങനെ ആയിരിക്കാം, എനിക്ക് ഏക മകനേയുള്ളൂ. അവരുടെ വേദന, അവരുടെ പ്രാണന്റെ മണ്ഡലത്തിൽ ഇനി പ്രതീക്ഷ ആരുമില്ല, ഇനി സഹായിപ്പാൻ ആരുമില്ല. ഇവരുടെ പ്രാണൻ അസമാധാനം കൊണ്ട്, സ്വസ്ഥതക്കേടുകൊണ്ട് ഈ അമ്മ പൊട്ടിക്കരയുമ്പോൾ കർത്താവായ യേശു അവിടെ ചെന്നിട്ട് ആ മഞ്ചത്ത് തൊട്ട് നിർത്തി ആ ബാലനോട് പറഞ്ഞു, എഴുന്നേറ്റു വരിക. അപ്പം നമ്മുടെ കർത്താവ് നമ്മുടെ പ്രാണനെ തണുപ്പിക്കുന്നവരാണ്. കർത്താവായ യേശുവിന് മാത്രമേ നമ്മുടെ മനസ്സിൻ്റെ മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ഏതൊരു വിഷയത്തിൻ്റെ മേഖലയിലും തണുപ്പിക്കുവാൻ കഴിയുന്നത് യേശു ക്രിസ്തുവിന് മാത്രമാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ അമ്മയുടെ ജീവിതത്തിൻ്റെ മേഖലകൾ അവരെ പ്രാണൻ പിടയുമ്പോൾ, ഇനി ആരുമില്ലാത്ത അവസ്ഥയിൽ ശൂന്യമായ അനുഭവത്തിലായിരിക്കുമ്പോൾ അവരുടെ പ്രാണന്റെ വേദന തിരിച്ചറിഞ്ഞ ഒരുവനാണ് കർത്താവായ യേശു. ആ സമയത്ത് അതെ, പരിശുദ്ധാത്മാവ് ആരോടോ ദൂത് പറയുന്നു, നീ എവിടെ ഇരുന്ന് നിന്റെ പ്രാണന് സ്വസ്ഥതയില്ലാതെ നീ എവിടെ ഇരുന്ന് നിലവിളിച്ചാലും നിന്റെ പ്രാണനകത്തുള്ള വേദനിപ്പിക്കുന്ന, നിന്റെ മനസ്സിൻ്റെ മണ്ഡലത്തെ ചൂടുപിടിപ്പിക്കുന്ന, അസമാധാനപ്പെടുത്തുന്ന, സ്വസ്ഥതക്കെടുത്തുന്ന, ഇനി പ്രതീക്ഷയില്ല എന്നുള്ള ശൂന്യമായ മണ്ഡലങ്ങൾ നിന്റെ പ്രാണൻ വേദന കൊണ്ട് പിടയുമ്പോൾ ആ വേദനയെ കാണുന്ന ഒരു ഉടയവനാണ് സ്വർഗത്തിലപ്പൻ. ആ അപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് നീ നോക്ക്. ദൈവത്തിൻ്റെ വചനം പ്രാണനെ തണുപ്പിക്കുന്നു. ഈ അമ്മയുടെ പ്രാണനെ യേശു തണുപ്പിച്ചു. അവളെ വേദനപ്പെട്ടുകൊണ്ടിരുന്ന മനസ്സിൽ നഷ്ടപ്പെട്ടു പോയെന്ന് ചിന്തിച്ച മകനെ മഞ്ചത്തിൽ തൊട്ട് ആ മകനെ മടക്കി കൊടുത്തു. അമ്മയുടെ മനസ്സിനേൽക്കപ്പെട്ട മുറിവിനെ, പ്രാണന്റെ മേഖലയിൽ ഉണ്ടായ വിഷയത്തിന്മേൽ സമാധാനം കൊടുക്കുന്ന യേശു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നീ ഏതു മേഖലയിലൂടെ, നിന്റെ പ്രാണന്റെ മണ്ഡലങ്ങളിൽ നീ ഏത് വിഷയത്തിലൂടെ കടന്നുപോയാലും നിന്റെ പ്രാണനിലുള്ള വേദന അറിയുന്ന ഒരുവനാണ് യേശു. ആ യേശുവിലേക്ക് നീ നോക്ക്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിലേക്ക് നോക്കുക. ഈ യേശുവിന് മാത്രമേ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിന്മേലുണ്ടാകുന്ന ഏതൊരു പീഡനത്തിൽ നിന്നും, ഏതു മാനസിക സംഘർഷത്തിൽ നിന്നും, ഏത് പിടയുന്ന പ്രാണന്റെ വേദനകളിൽ നിന്നും വിടുവിക്കുവാൻ യേശുവിന് കഴിയും. പരിശുദ്ധാത്മാരോട് പറയുന്നു, നിന്റെ വിഷയം ഒരു മഞ്ചം പോലെ ആയിരിക്കുന്നു, ഇനി ചലിക്കാൻ കഴിയത്തില്ലെന്ന് പറയുന്ന വിധിരേഖ എഴുതിയിരിക്കുന്ന അനുഭവമാണോ? വർഷങ്ങൾ കൊണ്ട് പ്രാർത്ഥിച്ചിട്ടും ചലിക്കാതെ കല്ലുപോലെ ഇരിക്കുന്ന വിഷയമാണോ? നീ ആ വിഷയത്തെ നോക്കി തേങ്ങി തേങ്ങി കരഞ്ഞ് നിന്റെ പ്രാണൻ വേദനപ്പെട്ട് ഇനി കരയാൻ കഴിയാതെ നിന്റെ മനസ്സ് മരവിച്ചിരിക്കുകയാണോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുന്നു,
നിന്റെ പ്രാണനെ തണുപ്പിക്കുന്ന ഒരുവനുണ്ട്. ആ യേശുവിലേക്ക് നോക്കാം. പരിശുദ്ധാത്മാവ് ആരെയോ തണുപ്പിക്കുകയാണ്, മനസ്സിന് സമാധാനത്തെ കൽപ്പിക്കുകയാണ്. ആരോടും പറയാതെ വ്യക്തിപരമായ രഹസ്യമായി നിന്റെ പ്രാണൻ പിടഞ്ഞു വേദനിച്ച് കരയുന്ന ചില വിഷയത്തിൻ്റെ മേഖലയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവചനാത്മാവൽ ഞാൻ വിളിച്ചു പറയുന്നു, നിന്റെ പ്രാണനുമേൽ സമാധാനം വെളിപ്പെടുകയാണ്. നീ ഇനി കരയേണ്ടവനല്ല, നീ ഇനി കരയേണ്ടവളല്ല, നീ സന്തോഷിക്കേണ്ട വ്യക്തിയാണ്. നിന്റെ കരച്ചിലുകൾ, നിന്റെ വിലാപങ്ങൾ നൃത്തമാകുവാൻ പോവുകയാണ്. നീ പിടയുന്ന പ്രാണന് സഹിക്കാൻ കഴിയാതെ നീ പിടയുന്ന ഓരോ പ്രാർത്ഥന വിഷയത്തിന്മേൽ നീ സന്തോഷം കാണാൻ പോവുകയാണ്. നിന്റെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുകയാണ്. അതേ പ്രിയപ്പെട്ടവരെ, നിന്റെ പ്രാണനെ തണുപ്പിക്കുന്ന ദൈവത്തിൻ്റെ കരം. ഈ വചനത്തിൽ എന്താ പറയുക? യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളതാണ്, അത് പ്രാണനെ തണുപ്പിക്കും. തികവുള്ള ദൈവവചനം. വചനം വായിക്കുമ്പോൾ നിന്റെ മനസ്സിന് നിറവ് കിട്ടും, നിന്റെ മനസ്സിന് സന്തോഷം കിട്ടും, നിന്റെ മനസ്സിന് സമാധാനം കിട്ടും. ഈ വചനം നിന്റെ പ്രാണനുമേൽ ഐസ് കട്ട പോലെ ഇറങ്ങി വന്ന് ചൂട് പിടിച്ചിരിക്കുന്ന മനസ്സിൻ്റെ മേഖലയെ തണുപ്പിച്ച് സ്വസ്ഥതയും സമാധാനവും തന്നിട്ട് നിന്നോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ്. നിന്റെ മനസ്സിൻ്റെ മണ്ഡലത്തെ സൗഖ്യമാക്കിയിട്ട് യേശു നിന്നോട് പറയും, മകനെ മകളെ, നീ ഭാരപ്പെടേണ്ട. നിന്റെ കണ്ണുനീരുകൾക്ക് പരിധി വരികയാണ്, ഉണ്ടാവുകയാണ്. നിന്റെ കണ്ണുനീരുകൾക്ക് മറുപടി കിട്ടാൻ പോവുകയാണ്. നിസ്സമാധാനമായിരിക്കുക. അതെ, അങ്ങനെ ഭാരപ്പെടുന്നവരോട് പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ പ്രാണനെ തണുപ്പിക്കുന്ന ഒരുവനാണ് യേശു. ആ യേശുവിലേക്ക് നീ ചേർന്നിരിക്കുക. ഏത് പ്രശ്നവുമായിക്കൊള്ളട്ടെ, നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കും. നീ ഇനി കരയേണ്ടവളല്ല, നീ ഇനി കരയേണ്ടവനല്ല. നിന്റെ പ്രാണനെ തണുപ്പിച്ച് തികവുള്ളതാക്കി ബലം നൽകി സമാധാനം നൽകി വാഗ്ദത്തത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്ന പരിശുദ്ധാത്മാവ്. നിങ്ങൾ ഏത് വിഷയത്തിനു വേണ്ടിയാണോ കരയുന്നത്? തലമുറയുടെ ആണോ, കുടുംബത്തിൻ്റെ ആണോ, കുടുംബനാഥൻ്റെ വിഷയമാണോ, ബാധ്യതയുടെ വിഷയമാണോ, ഏത് വിഷയമാണ്? കരഞ്ഞ് 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 നിന്റെ പ്രാണന് ചൂട് പിടിച്ചിരിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ വചനം ഇറങ്ങി ആ പ്രാണനെ തണുപ്പിക്കുന്നു, ആശ്വസിപ്പിക്കുന്നു, നിന്റെ കണ്ണുനീരുകളെ തുടയ്ക്കുന്നു. പരിശുദ്ധ കർത്താവേ, ഈ നിമിഷത്തിനായി നന്ദി. ഈ ശബ്ദം കേൾക്കുന്ന ദൈവജനത്തിനായി സ്തോത്രം. അവരെ പ്രാണനെ തണുപ്പിക്കണമേ. ദൈവത്തിൻ്റെ വചനം പ്രാണനെ തണുപ്പിക്കുന്നു. ഇവരെ മനസ്സിൻ്റെ മണ്ഡലത്തെ സൗഖ്യമാക്കണമേ. ആ മനസ്സിന് സമാധാനമുണ്ടാകട്ടെ, സ്വസ്ഥതയുണ്ടാകട്ടെ. സാധ്യമല്ല എന്ന് പറയുന്ന വിഷയത്തിൽ സാധ്യതയുള്ളതാക്കി തീർക്കുന്ന ദൈവത്തിൻ്റെ കരമിറങ്ങി ആ വിഷയത്തിൽ മറുപടി കൊടുത്താട്ടെ, അങ്ങ് തൊട്ടാട്ടെ, ആ മനസ്സിനെ അങ്ങ് സ്പർശിച്ചാട്ടെ. ദൈവസമാധാനം ഇവിടെ പ്രാണനിൽ ഞാൻ പകരുകയാണ്. ഇവരെ വിലാപങ്ങൾ നൃത്തമായി തീരട്ടെ, ഇവരെ പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ ആഴ്ചയിലും തിങ്കളും ശനിയുമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത്. ഈ സന്ദേശം മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവയ്ക്കണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവരാജ്യത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.